ആശാൻ എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമക്കുള്ളിലെ സിനിമ എന്നൊരു സംഭവമാണ് ഈ സിനിമ മെയിൻ ആയിട്ട് പറയുന്നത്. ഇന്ദ്രൻസ്, ജോമോൻ ജ്യോതിർ എന്നിവരൊക്കെയാണ് ഈ സിനിമയിലെ മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ജോൺ പോൾ ജോർജ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഇതിനു മുമ്പത്തെ സിനിമകളായ അമ്പിളി, ഗപ്പി എന്ന സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ലെവലിലേക്ക് സിനിമ എത്തിയില്ല എന്ന് തന്നെ പറയാം. സിനിമയിലെ ഒരു മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. ഇന്ദ്രൻസ് ഒക്കെ നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ജോമോൻ ജ്യോതിർ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളിയുടെ ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭി തിലകൻ ചെയ്ത ഒരു ഡയറക്ടറിന്റെ റോളാണ്. തിലകൻ ചേട്ടൻ ചെയ്ത അനന്തൻ നമ്പ്യാറിന്റെ ക്യാരക്ടർ ഓർമ്മ വരും. അതുപോലത്തെ ഒരു മേക്കപ്പ് ഒക്കെയാണ് പുള്ളിക്കുള്ളത്. അപ്പൊ പുള്ളി നല്ല ഗംഭീരമായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി സീൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ആയിട്ടുണ്ട്. സിനിമ സെറ്റിൽ സംഭവിക്കുന്ന കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഒരു സംഭവം ത്രൂ ഔട്ടായിട്ട് സിനിമയിൽ വന്നില്ല. പക്ഷെ കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് അത് നന്നായിട്ട് തന്നെ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ജോൺ പോൾ ജോർജ് തന്നെയാണ് സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. പിന്നെ വിഷ്വൽസും നല്ല രസമായിട്ട് തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സിനിമക്കുള്ളിലെ സിനിമാ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു സിനിമ എടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതൊക്കെ ഈ സിനിമയിൽ അവർ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ടാണ് ഓരോ സിനിമകൾ അവർ എടുക്കുന്നത് എന്നുള്ളത് അത് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഈ സിനിമയുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് സിനിമയിൽ കാണിക്കുന്ന ഇമോഷനും കാര്യങ്ങളൊക്കെ ഒരു ഇന്റൻസ് ആയിട്ട് വന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് ഇമോഷൻസ് അവർ പറയുന്നുണ്ട് സിനിമയിൽ. പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ അത് നമുക്ക് ഭയങ്കര മിസ്സിംഗ് ആയിട്ട് തോന്നി. ആ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ഫ്ലക്ച്വേഷൻ ആണ്. കുറേ ഏരിയ ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, കുറച്ച് ഏരിയ ഭയങ്കര ഒരു ഫ്ലാറ്റ് ആയിട്ട് പോയി. മൊത്തത്തിൽ സിനിമ ഭയങ്കര ഒരു ലെങ്ത്, ഇത്രയും ലെങ്ത് ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു സിനിമയാക്കി ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പ്രേക്ഷകർക്ക് കണക്ട് ആയിരുന്നു സിനിമ. ഒരുപാട് ലെങ്ത് ആയി പോയി. കുറേ സ്ഥലങ്ങളിൽ ലാഗ് ഫീൽ ചെയ്തു. അപ്പോൾ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ് മൂവി ആയിട്ടാണ് ആശാൻ എനിക്ക് അനുഭവപ്പെട്ടത്. അത്യാവശ്യം നല്ല പ്രകടനങ്ങളും നല്ലൊരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല വിഷ്വൽ ട്രീറ്റ് ഉള്ളൊരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.